നമസ്കാരം. ട്രംപ് അധികാരമേറിയതോടെ അമേരിക്കയുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് തന്നെ പറയാം. അമേരിക്കയുടെ ഔദ്യോഗിക രഹസ്യ വിവരങ്ങൾ ഇപ്പോൾ പരസ്യമായ രഹസ്യങ്ങളാണ്. കാരണം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ വിവരങ്ങളൊക്കെ ഇപ്പോൾ ചോർന്നിരിക്കുകയാണ്. ചൈനയുമായി സാധ്യതയുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശതകോടീശ്വരനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഒരു സിവിലിയൻ ലഭിച്ചതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ കെട്ടടങ്ങും മുമ്പെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദത്തിന്റെ പുക വൈറ്റ് ഹൗസിൽ നിന്ന് ഉയരുന്നത്. ഇത്തവണ യമനിലെ ഹൂതി വിമതർക്കെതിരെയുള്ള ആസൂത്രിത നടപടികളെക്കുറിച്ച് ട്രംപിന്റെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായ തുളസി ഗബാർഡ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നടത്തിയ ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിൽ ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകനെയാണ് അബദ്ധവശാൽ വൈറ്റ് ഹൗസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് മാർച്ച് 15-നാണ് യമനെതിരെ ആക്രമണം പ്രഖ്യാപിക്കുന്നത്. സിഗ്നൽ ഗ്രൂപ്പ് സംഭാഷണം വഴി മണിക്കൂറുകൾക്കുള്ളിൽ തനിക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നതായി ദ അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫായ ജെഫ്രി ഗോൾഡ്ബർഗ് വെളിപ്പെടുത്തി. ഈ അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ തടിയൂരിയിരിക്കുന്നത്. വളരെ സെൻസിറ്റീവായ ഈ വിവരങ്ങൾ പങ്കുവച്ച കാര്യം തനിക്ക് അറിയില്ല എന്നായിരുന്നു ട്രംപ് ആദ്യം മാധ്യമപ്രവർത്തകരോട് ചോദ്യത്തിനായി മറുപടിയായി പറഞ്ഞത്. തന്റെ ദേശീയ സുരക്ഷാ സംഘത്തിൽ ട്രംപിന് ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ വൈറ്റ് ഹൗസും പ്രതികരിച്ചത്. യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ നടക്കാനിരിക്കുന്ന ആക്രമണങ്ങളുടെ പ്രവർത്തന വിശദാംശങ്ങൾ സന്ദേശത്തിൽ അടങ്ങിയിരുന്നു. ലക്ഷ്യങ്ങൾ, അമേരിക്ക വിന്യസിക്കാൻ പോകുന്ന ആയുധങ്ങൾ, ആക്രമണ രീതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടതായി എഡിറ്റർ ഇൻ ചീഫായ ജെഫ്രി ഗോൾഡ്ബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൾസിൽ നിന്നാണ് തനിക്ക് സിഗ്നൽ ക്ഷണം ലഭിച്ചത് എന്നാണ് ഗോൾഡ്ബർഗ് പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇറാൻ ചെവികളിൽ എത്തിയിട്ടുണ്ട്. അവർ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മിസൈലുകൾ അയക്കേണ്ട പദ്ധതികൾ ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്തതിന് ശേഷമാണെന്നും പറയപ്പെടുന്നുണ്ട്. അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഇറാനെ തന്നെയാണ്. കാരണം അടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉടൻ തന്നെ കിട്ടുമെന്ന് അമേരിക്കയ്ക്കും നന്നായി അറിയാം. അത്യാധുനിക മിസൈലുകൾ അടക്കമുള്ള സൈനിക ആയുധങ്ങളാണ് ഇറാൻ കൈവശമുള്ളത്. ആ ഇറാൻ തന്നെയാണ് ഹൂത്തികളെയും സംരക്ഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നേരിട്ട് ഹൂത്തികളെയോ ഇറാനെയോ നേരിട്ട് ആക്രമിക്കാൻ ഇപ്പോൾ അമേരിക്ക മുതിരില്ല എന്ന് തന്നെ പറയാം. അതിനുവേണ്ടിയുള്ള പ്ലാനുകളും ലീക്കായതോടെ ഇനി എന്തായിരിക്കും അമേരിക്കയുടെ പ്ലാനുകളെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ട്രംപിനെ കുറിച്ചുള്ള ഗോൾഡ്ബർഗിന്റെ പ്രസിദ്ധീകരണത്തിലെ മുൻ വിമർശനാത്മക റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും ഹെക്സത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെയും സാമാന്യ ബുദ്ധി ശൂന്യതയുമാണ് സംഭവം പ്രതിനിധീകരിക്കുന്നത് എന്നാണ് സെനറ്റ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ റോഡ് ഐലൻഡിലെ സെനറ്റർ ജാക്ക് റീഡ് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അമേരിക്കൻ ജനതയുടെ ജീവിതം അപകടത്തിലാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ട്രംപിന്റെ മന്ത്രിസഭ കാണിച്ച അശ്രദ്ധ അതിശയിപ്പിക്കുന്നതും അപകടകരമാണെന്നുമാണ് പറയുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന പ്രതിരോധ വിവരങ്ങൾ ഇത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തെ കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുന്നത് ലോക നേതാക്കൾ മാത്രമല്ല, സ്വന്തം ജനങ്ങൾ കൂടിയാണ്.